വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജിബു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ, അപ്പൊ നമ്മളെ നെക്സ്റ്റ് വ്ളോഗാണ്. ഇന്നെന്താ പ്ലാന് ബാസികാക്ക? ഇന്നിപ്പോ എന്താ പറയാ, പെരുന്നാൾ കഴിഞ്ഞുള്ള രണ്ടാമത്തെ ദിവസമല്ലേ? അതെ. സോ ഇന്ന് ജുബിന്റെ വീട്ടിൽ പോണം. ഞാൻ ഇന്നലെ പറഞ്ഞു ബീച്ചിൽ കൊണ്ടുപോകുന്നു. ഇന്നലെ കുറെ ആഗ്രഹങ്ങൾ പറഞ്ഞു, പക്ഷെ അറിയാലോ ഇന്നലത്തെ അവസ്ഥ. എന്റെ വീട്ടിൽ പോയി, നമ്മളെ വീട്ടിൽ പോയി, ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി, എല്ലായിടത്തുനിന്നും ബിരിയാണി നെയ്ച്ചോറൊക്കെ കാരണം ഇതെല്ലാം കൂടി തിന്നിട്ടേ മനുഷ്യന് ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇവിടെ പോയാലും അവിടെ പോകണം. ഇത് മനുഷ്യൻ ഡ്രൈവ് ചെയ്യണ്ട ലോങ്ങൊക്കെ. എനിക്ക് ആകെ പ്രഷർ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാൻ ബാസികാക്ക, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ അവസാനത്തെ പെരുന്നാളാവും, എനിക്ക് താല്പര്യമില്ലാന്ന് ഞാനത് അപ്പൊ തന്നെ പറഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾ രണ്ടാൾ കശപിശയായി കഴിച്ചു. നല്ലൊരു പെരുന്നാൾ ദിവസം രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞാട്ടി. ഞാൻ പാച്ച തെറി ഓള് ഇങ്ങോട്ട് തരാന്നും പറയില്ല, കേട്ടിക്കാണ്ട് ഇങ്ങനെ മോങ്ങി കുത്തിറക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആയി. പക്ഷെ നമ്മളപ്പോ തന്നെ റെഡി ആയിട്ടോ, പെരുന്നാളായിക്കാണ് നല്ലൊരു ദിവസം. ഒരു കാർ എങ്ങനെ അങ്ങോട്ട് എത്തി വീണതാ. അതവിടെ അടിയിലൊരു കാറ്. നമ്മളെ പുത്തൂര് ബൈക്കുണ്ട്, ഒരു ഇതാണെന്ന് തോന്നുന്നു, എന്താ പറയാ, ബുള്ളറ്റ്. ഇവിടെ തന്നെ കേട്ടോ അധികം അപ്പൊ നമ്മളിവിടെ എത്തി. പൊരിഞ്ഞ തല്ല് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. ഇന്ന് എവിടെയും പോണില്ല, വീട്ടിൽ പോയി കിടന്നുറങ്ങാം. എന്നിട്ട് ഇന്ന് പിന്നെ ബസ്സിയാക്ക വീട്ടിലെത്തിയതിനു ശേഷം എന്നെ ഭയങ്കര ഷോപ്പിംഗ്, എനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി തരുന്നു. പ്രഷർ എന്നാ രണ്ട് ചീത്തൊക്കെ പറയും. പക്ഷെ എന്തായാലും എനിക്ക് എന്റെ ജീവ് കാണുമോ എന്നുള്ള ടെൻഷൻ ഞാൻ ചൂടാവണത്. ജീവ് ഇല്ലാത്തപ്പോലെ ചൂടാവാൻ ശ്രമിക്കലുള്ളൂ. ഓൾക്ക് എന്നെ ചൂടാവണത് ഓൾക്ക് ഇഷ്ടല്ലേ. ഇന്നലെ ചൂടായപ്പോ എന്നോട് ഇങ്ങനെ പറയണ്ടേ, അപ്പൊ ഞാൻ ചൂടാനുള്ള അടിയില് എന്താ മോളു. അപ്പൊ ഗായ്സ് അങ്ങനെ ഇന്ന് ഇനിയിപ്പോ ചെറിയ പരിപാടികളുണ്ട്. ഫുഡ് നമ്മള് പുറത്തുനിന്നാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീട്ടിൽ പോണു. അതിന്റെ മുന്നേ ഞാനൊന്ന് പറയട്ടെ, നോമ്പൊക്കെ കഴിഞ്ഞ് ഹോട്ടലുകളൊക്കെ തുറക്കുമല്ലോ, സമാധാനം. അപ്പൊ ബീച്ചിൽ പോണം. പക്ഷെ എനിക്ക് ക്രൗഡുള്ള ബീച്ച് ഇഷ്ടല്ല. അപ്പൊ അതുകൊണ്ട് ഞാന് തറവാട്ടിന്റെ അടുത്തുള്ള ബീച്ച് പോവാ അല്ലേ. നമ്മള് സ്ഥിരം സ്പേസ് ആണ്. എന്റെ നോക്ക്, ഇതൊക്കെ വാസിയാക്കാം, ഇത് നോക്ക്. ജീവ നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ടീച്ചർ വെക്കണം നല്ലത്. ജീവ ഒന്ന് മമ്മക്ക് സ്വകാര്യം പറഞ്ഞോണ്ടാ. അതെന്താ പറഞ്ഞതെന്ന് പറഞ്ഞുതരൂ. ഞങ്ങളവിടൊക്കെ ഇങ്ങനെ കുലുക്കുഞ്ഞു ഇങ്ങനെ തുപ്പല്, വായില് വെള്ളം നിറച്ചിട്ട് സ്വകാര്യം പറഞ്ഞ മമ്മനോട്. ജീവ തുപ്പിയതാണ് പോളെ. ഞാനൊരു ഉപമ പറഞ്ഞത്. നിങ്ങളെ ഉപമ. ഇന്ന് മുതൽ നമുക്ക് കരിമ്പ് ജ്യൂസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. സെറ്റ് വസിയേക്ക. പിന്നെ ബാസികാക്ക് തൊണ്ട കഫുള്ളതുകൊണ്ട് ബാസിക ഇതേപോലെ തുപ്പു കാറില്. ഞാന് തുപ്പലുണ്ടാവും. അപ്പൊ ഇനി നമ്മള് അവിടെ തട്ടല്ലേ. പിന്നെ നമ്മള് പോണ വഴിക്ക് മോൾട്ടിന് എടുക്കാണ്ട്. ഓക്കെ, യെസ്. ചിന്നു ഇല്ലാത്തത് കൊണ്ട് ചിന്നുനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ചിന്നു കാണുന്നുണ്ടോ ആവോ? ഒറ്റക്കുള്ള ലൈഫ് അല്ലേ. അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്തത് എന്താ നോക്കാട്ടാ. അപ്പൊ മീമി കാണിച്ചോണ്ടാ, മീമി കാണിച്ചോണ്ടാ. ലോറി മീമി കാണിച്ചോണ്ടോ. ജീവന്റെ മീമി ഇട്ടോ. മീമി ഉണ്ടോ? ജീവന്റെ മീമി. ഇതാരാ തന്നത്? പപ്പേ? പോയി. അതെ, നിങ്ങൾക്കല്ലേ പറച്ചില്. പപ്പന്റെ മോള് പറഞ്ഞ പോയാ. ഓ, എങ്ങോട്ടാ പോയത്? ഇതൊക്കെ ഏതാ ഭാഷ? അപ്പൊ ഗൈസ് നമ്മളങ്ങനെ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ബാസികാക്ക് ഒറ്റ കഥ പോകുന്നു.
അനക്ക് ഉള്ളാളെ പേടിയുണ്ടോ? എന്ത് പേടി? ജീവ ബൈ. ജീവ ബൈ. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ നിന്റെ വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കാലത്ത് ബീച്ചിൽ വന്നു രാത്രി ആയ ബീച്ച് കാണാൻ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ആ ഇതാ പേടിച്ചിട്ട് ബാപ്പന്റെ ഒക്കത്ത് കയറി പേടിച്ചു. എന്റെ ശിവാടെ ഇല്ലാതെ പേടിപ്പിച്ചു. ഞാനല്ല, നിങ്ങളാ പേടിപ്പിച്ച കൂട്ടിനാ. ഞാൻ പേടിപ്പിച്ചതൊന്നുമില്ല. ഗൈസ് അങ്ങനെ ജുബിന്റെ വീട്ടിലെത്തി. സ്ഥിരമുള്ള സാധനം ഉന്നക്കായ്. ഉന്നക്കായ പയന്നടിച്ചത്. അപ്പൊ ഉന്നക്കായ് ഏതാ? ഉന്നക്കായ ഇല്ല. ഇവിടെ പിന്നെ ജുബിക്ക് സാമ്പാർ ചോറും അത് മസ്റ്റ് ആണ്. ഞാൻ മാത്രമല്ല മോട്ടി തിന്നോ തിന്നോ അല്ലേ? സാമ്പാർ ജുബിന്റെ അമ്മേന്റെ പൊളിയല്ലേ? എന്റെ അമ്മാനെ കുറച്ച് ദിവസത്തിന് പേരേക്ക് പൊക്കിക്കാം. സാമ്പാറിനൊക്കെ ആളില്ല. അതാണ് കിട്ടാത്തോണ്ടാണല്ലോ അമ്മാനെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞത്. ജീവ യമ്മി. ഞങ്ങൾ അങ്ങനെ പോകുമ്പോ ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോകുന്നുണ്ട്. അന്നൂസിനെ കൊണ്ടുപോകാട്ടോ. അന്നൂസിന് സ്കൂൾ കൂട്ടിയതുകൊണ്ട് അന്നൂസിനെ കൊണ്ടുപോകാം അല്ലെ ജീവ? നമ്മൾ അന്നൂസിനെ കൊണ്ടുപോകല്ലേ? അന്നൂസിനെ കൊണ്ടുപോകല്ലേ നമ്മളെ? കൊണ്ടുപോകേ. എന്താ പൈസ കൊണ്ട് എടുത്തേ? ഈ കൈനെ കൊണ്ട് പിടിക്കും മാമന്. മാമൻ പെരുന്നാ പൈസ കൊണ്ട് എടുത്ത് അവിടെ കൊടുക്ക്. മാമനാടെ ഇവിടെ പെരുന്നാ പൈസ ഈ കൈനെ കൊണ്ട് താത്ത കൊടുക്കും. ഈ കൈനെ കൊണ്ട് മാമനില്ല താത്ത കൊടുക്കും. ഇത് നെന്നൂന് എടുത്ത് ഒരു മട്ടാളെ. ഓ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിട്ടോ. ഓ പുതിയ ചെരുപ്പൊക്കെ എടുക്കണല്ലോ. ഞാൻ പോയിട്ടാ മസ്ലാലേക്ക് പോയി എല്ലാരോടോ